ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അപർണ. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ വരാന്ത ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരുമോ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിലെ ഏതൊരാളും ഒരു വീട് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനെ ഞാനും ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു വീടാണ് ഇത്. ഈ വീടിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വരാന്ത തന്നെയാണ്. വീട്ടിൽ വരുന്ന ഏതൊരാൾക്കും ഉള്ളിലിരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇവിടെ ഇരിക്കാനാണ്. ഇങ്ങനെ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കിളികളും ഒക്കെ വന്ന് നല്ലൊരു ഭംഗിയാണ്. ഞങ്ങളുടെ വീട്ടിലെ താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമാവുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ചാരുകസേര വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടേക്കും ഏരിയാസ്. ഈ വരാന്തയുടെ 2 ഭാഗത്തായിട്ട് ഫിലോഡെൻഡ്രോണിലെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 ചെടികളാണ് വെച്ചിട്ടുള്ളത്, ഒരേ പോട്ടിൽ തന്നെ, സെയിം കളർ പോട്ടിൽ തന്നെയാണ് ഈ 6 വെറൈറ്റി ഫിലോഡെൻഡ്രോണാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒന്നിതാ മോശമായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തോ ഫംഗസ് വന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടാനുണ്ട്. ഇനി ഇതിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു വുഡൻ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ സീസി പ്ലാന്റും കലാത്തിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയായിട്ട് ഒരു ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു പോണി ടെയിൽ പാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാൻ. ഈ വരാന്തയിൽ ഈ ഭാഗത്തുള്ള എൻഡിലായിട്ട് ബാംബു പാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ തൂണിൻ്റെ അത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ വരാന്തയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഊഞ്ഞാൽ തന്നെയാണ്. ഒരുപാട് ഇഷ്ടമാണ് ഈ ഊഞ്ഞാലിൽ എല്ലാവർക്കും ഒന്നിരിക്കാൻ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് എക്യൂറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഗോൾഡൻ മിൽക്കിയും പിന്നെ അതിൻ്റെ അടിയിൽ കുറേ കാക്ടസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പക്ഷേ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ സൺലൈറ്റ് അധികം കിട്ടുന്നില്ല, ഡേ ലൈറ്റും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വേഗം മോശമാവും. ജസ്റ്റ് നമുക്ക് ഒരാഴ്ചയൊക്കെ വെക്കാമെന്നല്ലാണ്ട് പിന്നെ ഒന്ന് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഈ ഊഞ്ഞാലിൻ്റെ മേലെയും ഈ സ്റ്റാൻഡിൻ്റെ മേലെയൊക്കെ നിങ്ങൾ ചെടികൾ കാണുന്നില്ലേ, അത് ഞങ്ങൾ ഉള്ളിൽ വെക്കുന്ന ചെടികൾ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പുറത്ത്, അതായത് ഈ വരാന്തയിൽ വെക്കുന്ന ചെടികളൊന്നും അതിൻ്റെ പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഡേ ലൈറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ വരാന്തയുടെ ലെഫ്റ്റ് ഭാഗത്തും കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിപ്പം വെച്ചത് നമ്മളൊരു ടേബിൾ ഇട്ടിട്ട് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഫിംഗർ പാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് മോൺസ്റ്ററയും ചൈന ഡോളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ബേർഡ്സ് ഓഫ് പാരഡൈസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഫിഡിലി ഫിഗ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഹൈറ്റിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയതാണ്. ഇനിയിപ്പോൾ അതിനടുത്തായിട്ട് എയർ പ്ലാന്റും പിന്നെ കുറച്ച് പോത്തോസും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിങ്ങനെ ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഇത്രയും വരാന്തയിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ഏതൊരാളെയും പോലെ ഒരു കുഞ്ഞു വീടായിരുന്നേ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് അല്ലേ, നമ്മൾ ആഗ്രഹങ്ങൾ ഡ്രീം ചെയ്യണം, ഡ്രീം ചെയ്ത് നമുക്ക് കിട്ടുന്നുള്ളത്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു വീടാണ് ഇത്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന നിങ്ങൾക്കറിയാം ആ ഒരു കാര്യം. അതായത് ഒന്നുകിൽ ഡ്രീം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ നടക്കുന്നുള്ളത് കാര്യം ഉറപ്പാണ്. അത് വിഷ്വലൈസ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.